വെർച്വൽ അറസ്റ്റ് വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-ക്ക് നേരെ വെർച്വൽ അറസ്റ്റിന് ശ്രമമുണ്ടായി. മുംബൈ പോലീസിന്റെ പേരിലാണ് വ്യാജ സന്ദേശം വന്നത്. തട്ടിപ്പ് ആദ്യം തന്നെ തിരിച്ചറിഞ്ഞ MLA പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഷിനോജ് എസ്റ്റിയുടെ വിശദാംശങ്ങളുമായി. ഷിനോജ്, ഈ MLA-യെ കൊടുക്കാൻ അവർ കണ്ടെത്തിയ കേസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തട്ടിപ്പിന്റെ കാര്യം എന്തായിരുന്നു? അനശ്വര, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-ക്ക് നേരെ ഇത്തരത്തിലൊരു വെർച്വൽ അറസ്റ്റിന്റെ സന്ദേശം വരുന്നത്. ആദ്യം ഓഡിയോ കോളിലൂടെയാണ് ഈ പ്രതികളൊക്കെ തന്നെ ഇത്തരത്തിൽ MLA ബന്ധപ്പെട്ടത്. അതിനുശേഷം വാട്സപ്പിലൂടെയും ഒക്കെ തന്നെ ബന്ധപ്പെടാൻ ശ്രമം നടത്തി. 3 ഫോൺ നമ്പറിൽ നിന്നാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള സംഘം എന്ന പേരിലാണ് ഈ തട്ടിപ്പ് സംഘം ഈ MLA-യെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചത്. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അതായത് മഹാരാഷ്ട്രയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-യുടെ മൊബൈൽ ഫോണും ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്ക് തന്നെ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ബന്ധപ്പെടുന്നതെന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ മഹാരാഷ്ട്രയിൽ നിന്നുള്ള സംഘം MLA-യെ ബന്ധപ്പെട്ടത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ MLA-ക്ക് ഇത് തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ട് തുടർന്ന് ആദ്യഘട്ടത്തിലെ ഓഡിയോ കോൾ, തുടർന്ന് വാട്സപ്പ് കോളിലും തുടർന്ന് വീഡിയോ കോളിലും ഈ സംഘം എത്തി. എന്നാൽ MLA അതെല്ലാം കട്ട് ചെയ്ത ഉടൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ DGP വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് DGP-യാണ് ഇത്തരത്തിൽ FIR-മായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും ഇത് മൊഴിയായി രേഖപ്പെടുത്താനും കേസ് നൽകണമെന്നൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. എന്തായാലും നിലവിലിപ്പോൾ കേസെടുത്ത അന്വേഷണം നടക്കുകയാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള സംഘമാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പിന് പിന്നിലെന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചന എന്ന് പറയുന്നത്. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. ശരി, ഷിനോജ് എസ്റ്റിയാണ് വിശദാംശങ്ങൾ നൽകിയത്.